സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇപ്പോൾ ഞാൻ എൻ്റെ കേരളത്തിലേക്ക് വന്നു. തൃശ്ശൂർ എൻ്റെ വീട്ടിലെ അടുക്കളയിലാണ് ഞാൻ നിൽക്കുന്നത്. വളരെ സന്തോഷമായിരുന്നു. ഹൈദരാബാദിലെ വളരെ നല്ല കാര്യങ്ങളും കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായത് എന്താ വെച്ചാൽ ഈ നേന്ത്രപ്പഴം കണ്ടപ്പോഴാണ് സന്തോഷമായത്. എന്താ കാരണം എന്നറിയോ? വെറും 35 രൂപ കിലോ. എന്നാൽ ആ റിലയൻസിൽ ചെന്നപ്പോൾ ഉണ്ട് 35 രൂപ കിലോക്ക് ആയിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു? 1 കിലോ പഴം മേടിച്ചു. ആ പഴം കൊണ്ട് ഞാൻ ഇന്ന് ഹൽവ ഉണ്ടാക്കാൻ പോയത്. 1 കിലോ ഇല്ല, ഇത് 1/2 കിലോ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ടേസ്റ്റുള്ളതാണ്. ദീപാവലി പ്രമാണിച്ച് ഒരു സ്വീറ്റ് വേണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതാണ് ഇന്നത്തെ ഹൽവ, നേന്ത്രപ്പഴ ഹൽവ. നല്ല സ്വാദുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. വളരെ സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ പ്രോസസ്സ് പറയാം. ഇതെന്താ വെച്ചാൽ ആദ്യം തന്നെ പഴം തൊലി കളയണം. തൊലി കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ മിക്സിയിലിട്ടിട്ട് അരയ്ക്കണം. മിക്സി വെച്ചിട്ടുണ്ട്. മിക്സിയിലേക്ക് തന്നെ അരിഞ്ഞിടുക കേട്ടോ. നല്ലോണം പഴുത്ത പഴം 4 പഴം അരിഞ്ഞു മിക്സിയിലിട്ടു. ഇനി മിക്സിയിലിട്ടിട്ട് ഇതിനെ അരയ്ക്കാൻ പോകുന്നുണ്ട്. ഒന്ന് നേന്ത്രപ്പഴം നല്ല പോലെ അരച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് അത് നോക്കും മരത്തടി കൊണ്ട് ഇളക്കി ചീഞ്ചട്ടിയിൽ ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് അരച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അറിയാം. ഇതിൽ വെള്ളം ചേർക്കരുത്. അരച്ചിപ്പോൾ നമുക്ക് കിട്ടി. ഇനി അതിനെ നമുക്കൊന്ന് വേവിക്കണം. ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കണം. എന്നിട്ട് അത് ഹൽവയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അത് നോക്കും അടുപ്പിലിരുന്നത് എങ്ങനെ അങ്ങനെ നല്ല പോലെ ഇളക്കിയെടുത്തു. അതിൻ്റെ നിറം ഒന്ന് മാറി. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് ഇതിൽ വെള്ളം ചേർക്കണം. ശർക്കരപ്പാനി ചേർക്കണം കേട്ടോ. ഇത് 1/2 കിലോ ശർക്കരയാണ്. അതിൻ്റെ പകുതി ചേർക്കുന്നുണ്ടോ കേട്ടോ. പകുതി ആവശ്യമുള്ള അത്രയും ചേർക്കുന്നുണ്ടോ. മതി, ഇത്ര ചേർക്കാം. ഹൽവ ഉണ്ടാക്കാൻ ഹൽവയ്ക്ക് മധുരമില്ലെങ്കിലും പറ്റില്ല. അത് ഞാൻ പകുതി ചേർത്തു കേട്ടോ. ഇനി നമുക്ക് ഇടാം. അപ്പോൾ നല്ല പോലെ സൂക്ഷിച്ചടക്കണം. തീ കൂടുതലിടരുത്. സിമ്മിൽ കിടന്ന് അത് ശരിയാക്കി എടുക്കണം. കട്ട അണിഞ്ഞ് വരും. ഒരു ടൈം എടുക്കും കേട്ടോ. ഇളകി വരുന്നു. ഇനി പക്ഷേ നമുക്ക് ആദ്യം തന്നെ ഇനി ഇത് കുറച്ച് നെയ്യ് ഇടണം. നെയ്യ് ഇട്ടാലേ അത് നല്ല ഇതായിട്ട് വരുള്ളൂ. നെയ്യ് ഇട്ടു കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഇളക്കി നിൽക്കണം. കളറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഫുഡ് കളർ യൂസ് ചെയ്തിട്ടില്ല. അത് കാരണം കൊണ്ട് ഹൽവയ്ക്ക് ഭംഗിയൊക്കെ കുറവുണ്ടാവും. പക്ഷേ കളറില്ലാത്തതാണ് നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹൽവയിൽ. ഇനി ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ ഹൽവയാക്കാൻ പറ്റും നമുക്ക്. പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യണത് 1 ടീസ്പൂൺ കോൺഫ്ലവർ. ഇതിൽ കോൺഫ്ലവർ അരിച്ചൊഴിക്കുക കേട്ടോ. കോൺഫ്ലവർ ഒഴിച്ചിട്ട് എളുപ്പം ഇത് ഹൽവയാക്കാനുള്ള സൂപ്പറാണ്. കോൺഫ്ലവർ അരിച്ചൊഴിച്ചു. എന്നിട്ട് ഇത് അപ്പം നല്ല ഇത് കിട്ടും. അതിന് എടുക്കാം. ഹൽവയിൽ തേങ്ങാക്കൊത്ത് ഇടുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് നെയ്യിൽ വയ്ക്കുന്നത് കേട്ടോ. തേങ്ങ ചെറുതായി അരിഞ്ഞത് അതിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്ന കാലത്ത് നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടിയിരുന്നു ഹൽവ. ഒരെണ്ണ കൊടുത്താൽ ഒരു കഷ്ണം ഹൽവ കിട്ടും. അതിൽ നാളികേരക്കൊത്തുണ്ട്. എന്താ ടേസ്റ്റ് എന്നറിയും. ഭയങ്കര സ്വാദാണ്. ആ ഹൽവ പക്ഷെ മൈദകൊണ്ടുള്ള ഹൽവയാണ് കേട്ടോ. അത്ര ന്യൂട്രീഷ്യസൊന്നുമല്ല. ആ ഹൽവ ന്യൂട്രീഷ്യസേ അല്ല. പക്ഷെ എന്നാലും അതിൻ്റെ ആ സ്വാദ് എനിക്ക് പോന്നു. അതിൽക്കാ നാളികേരക്കൊത്ത് കടിച്ചാൽ മതി. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് കാത്ത് ചോദിച്ചാൽ ഒരു ഹൽവ മേടിക്കാൻ എന്താ ചെയ്യുക? കാശ് ആരുടെ ചെയ്യുന്നത് കിട്ടുക. ആരെ പറഞ്ഞ അന്നത്തെ കാലത്ത് ഒരാളും ഒരു പൈസ തരില്ല. അവസാനം എപ്പോഴെങ്കിലും ഞാൻ ചോദിക്കും, അച്ഛാ ഒരു ഹൽവ മിഠായി മേടിച്ച് തരുമോ? ഒരു ഹൽവ മിഠായി മേടിച്ച് തരുമോ? ഇപ്പോൾ ഹൽവ മിഠായി മേടിച്ച് തരും. കുറേ പ്രാവശ്യം പറഞ്ഞാൽ മേടിച്ച് തരും. 10 പ്രാവശ്യം പറഞ്ഞാൽ 1 പ്രാവശ്യം മേടിക്കും. അപ്പോൾ ആ ഹൽവ മിഠായിയുടെ സ്വാദ് ആലോചിച്ചിട്ട് എൻ്റെ വായന പറഞ്ഞു തരും. അത്ര ടേസ്റ്റാണ്. ഇത് അതിലും ടേസ്റ്റുള്ള ഹൽവ മിഠായിയാണ്. അത് നാളികേരക്കൊത്തുകളും ഇട്ടു. ഇനി നമുക്ക് ബദാം വറുത്തിടണം കേട്ടോ. ബദാമും അണ്ടിപ്പരിപ്പും വറുത്തിടണം. തുള്ളി നെയ്യ് ഒഴിക്കണം കേട്ടോ. ഹൽവയിൽ നെയ്യ് ഒഴിക്കാണ്ട കൊള്ളില്ല. ഏലക്കായ ഇതിൽ മണിയായിട്ടാണ് കിടക്കണം കേട്ടോ. ഞാനത് പൊടിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ഇനി ഇടാൻ പോയി ഏലക്കായ. ഏലക്കായ പൊടിക്കണമെങ്കിൽ ഏലക്കായ ഇട്ടു. പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും കൂടി വറുത്തിട്ടു. ഇനി ഇതിനെ നമുക്ക് ഈ പ്ലേറ്റ് നെയ്യ് പൂശട്ടെ. ഇതും കൂടി എടുക്കാം കേട്ടോ. ബദാമും അണ്ടിപ്പരിപ്പും കൂടി വറുത്തു. നേന്ത്രപ്പഴ ഹൽവ കാലായി.
നല്ല സ്വാദ്, നല്ല ടേസ്റ്റ്. ഞാൻ തിന്നു നോക്കാണ്ടേ പറയണത് കേട്ടോ. തിന്നു നോക്കട്ടെ ഞാൻ കേട്ടോ. ഒരു കഷ്ണം ചൂടാറിയാലും കുടിച്ചെടുക്കാൻ പറ്റും. വെരി ഡെലീഷ്യസ്, വളരെ സ്വാദുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം. ദീപാവലിയുടെ ഒരു സ്വീറ്റായിട്ട് ഉണ്ടാക്കണം. ആരും മടിക്കരുത്, ധൈര്യപൂർവ്വം ചെയ്തോളാം. നല്ല സ്വാദുള്ള ഹൽവ. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ദീപാവലിക്ക് നിങ്ങൾ എൻ്റെ വക സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കി നോക്കണം. ആന്ധ്രാപ്രദേശിൽ പോയിട്ടുള്ള, ഹൈദരാബാദിൽ പോയിട്ടുള്ള തെലുങ്ക് കറികളും ഉണ്ടാക്കി നോക്കണം എന്ന് എൻ്റെ റിക്വസ്റ്റ്. എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ മറക്കരുത് കേട്ടോ.